ഹലോ ഗൈസ്, അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതൊരു അയില തേങ്ങാപ്പാൽ വെച്ച കറിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് 1/2 കിലോ അയിലയാണ് വൃത്തിയാക്കി വെച്ച. അതുപോലെ തന്നെ ഒരു സവാള വേണം, ഒരു പച്ചമുളക് വേണം, കുറച്ച് കറിവേപ്പില വേണം, കുറച്ച് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും വേണം, പിന്നെ ഒരു തക്കാളി വേണം, 1-ാം പാൽ വേണം, നമുക്ക് 2-ാം പാൽ വേണം, അതുപോലെ കുടംപുളി വെള്ളത്തിലിട്ടതും നമുക്ക് ആവശ്യമുണ്ട്. ഇത്രയാണ് നമുക്ക് ഇതിന് വേണ്ടത്. ഇനി നമുക്കതെങ്ങനെയാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് ചൂടായ ശേഷം നമുക്ക് അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളി കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളി കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വഴറ്റി വരാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളി ഇവിടെ നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അത് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. മൂത്ത് വരുന്നവരെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ പച്ചമണം നമുക്ക് നന്നായിട്ട് മാറി വരണം. അങ്ങനെ നമ്മുടെ പൊടികൾ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് തക്കാളി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇത്. ഇനി നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം ഇതിലോട്ട്. അതിനുശേഷം തേങ്ങേൻ്റെ 2-ാം പാൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ച ശേഷം നമുക്ക് മീൻ ചേർത്ത് കൊടുക്കുക ഇതിലോട്ട്. അങ്ങനെ നമ്മുടെ ഗ്രേവി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മീനെല്ലാം ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടിത് വേവിച്ചെടുക്കാം. നമ്മളെടുത്ത് വെച്ച മീനെല്ലാം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കുക. അങ്ങനെ മീൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1-ാം പാൽ ചേർത്തൊന്ന് ചൂടാക്കിയെടുക്കാം. ചൂടായ ശേഷം നമുക്ക് തീ ഓഫാക്കാം. അങ്ങനെ നമ്മുടെ മീൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം മുകളിലേക്ക്. എന്നിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ മീൻ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.